ഓക്കെ, ഞാൻ നിൽക്കുന്ന റൂമിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവിടുത്തെ ഹിഡിംബ ദേവി ടെമ്പിൾ എന്ന് പറയുന്ന അമ്പലമുള്ളത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ജസ്റ്റ് ഇന്ന് ബൈക്ക് റെൻറ്റിന് എടുത്തില്ല, ജസ്റ്റ് വാക്ക് ചെയ്തിട്ടാണ് ഈ സ്ട്രീറ്റും കാര്യങ്ങളും പിന്നെ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ തൊട്ടടുത്ത് മാൾ റോഡ് ഉണ്ട്, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയും പർച്ചേസിങ് ഇല്ല സത്യം പറയുകയാണെങ്കിൽ, കാരണം പൈസ ഇല്ല കുറേ. നമ്മൾ ആ ഒരു ട്രിപ്പിന് ഉദ്ദേശിച്ച എമൗണ്ട് ട്രിപ്പിന് തന്നെ ചിലവായതുകൊണ്ട് നമ്മളെന്താ പറയുക അധികം പൈസ രീതിയിൽ ചിലവാക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോർസൊക്കെ കാണാം. പിന്നെ എനിക്ക് ഒരു മാല ഇഷ്ടപ്പെട്ടിരുന്നു, അത് മാത്രം വാങ്ങണമെന്നുണ്ട്. ബാക്കി വീട്ടിലേക്കൊന്നും വാങ്ങുന്നില്ല ഇപ്പോൾ, പക്ഷെ ശരിക്കും വാങ്ങണമെന്നുണ്ട്, ക്യാഷിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. ആൻഡ് ഇതാണ് ആ റോഡ് ഹിഡിംബ ദേവി ടെമ്പിളിലേക്ക്. നിങ്ങളിപ്പോൾ ഓൾഡ് മണാലി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും ഇതുപോലത്തെ സ്റ്റോർസും കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കാണും. അധികം ഇവിടെ ഞാൻ കണ്ട ഷോപ്സ് അധികം ഹോട്ടൽസും കഫേസും പിന്നെ എന്താ പറയുക റെസ്റ്റോറൻറ്റ്സും പിന്നെ താമസിക്കുന്ന റൂംസ് ആൻഡ് സർവീസസ് പിന്നെ ബൈക്ക് റെൻറ്റ് ചെയ്യുന്ന പ്ലേസസ്, അങ്ങനത്തെ പ്ലേസസാണ് ഇവിടെ അധികം കൂടുതലും ഞാൻ കണ്ടുവന്നത്. ഇവിടെ ഹിഡിംബ ദേവി ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു പാലാണ്. ഈ പാലത്തുനിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. പിന്നെ ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഹിഡിംബ ദേവി ടെമ്പിളിലേക്ക്. നിങ്ങൾ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞങ്ങൾ ഓൾഡ് മണാലിയിൽ എടുത്ത റൂമിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ അമ്പലം വരുന്നത്. നിങ്ങൾ ബൈക്ക് പോവുകയാണെങ്കിൽ 2 കിലോമീറ്റർ, കാരണം ബൈക്ക് ഞങ്ങളിപ്പോൾ നടന്നു പോകുന്ന വഴി കൂടെ പോകില്ല, അപ്പോൾ ബൈക്ക് വേറെ വഴി കൂടിയാണ് പോകുക. അപ്പോൾ 2 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ബൈക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാവും. ഇത് ഹിഡിംബ ദേവി ടെമ്പിളിലേക്ക് വാക്ക് ചെയ്യുന്ന വഴിയാണ്. നല്ല ബ്യൂട്ടിഫുൾ റൂട്ടാട്ടോ നടക്കുന്ന വഴി, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അപ്പോൾ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് മെല്ലെ ഇതിലേ നടന്നിങ്ങനെ പോയി നല്ല രസമുള്ള വഴിയാണ്. എന്നോട് ചോദിച്ചാൽ നടക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ്. വണ്ടി പോകുമ്പോഴും നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാം, പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചും കൂടെ നല്ലത് നടക്കുന്നതായിരിക്കും. അധികം ദൂരമില്ല, 1 കിലോമീറ്റർ ഉള്ളൂ. നടക്കുമ്പോൾ നിങ്ങൾ ശരിക്കും കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇവിടുത്തെ. പിന്നെ നടക്കുമ്പോൾ ഇവിടെ കാണുന്ന ആൾക്കാർ, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ചില ഷോപ്സ്, പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് വൈബ്, അതിനൊക്കെ ലേശം നടക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ദൂരം കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. കാരണം നിങ്ങളുടെ റൂമിൽ ചിലപ്പോൾ 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ അപ്പുറത്താണ്. നടക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിക്കും. ഞങ്ങൾക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ ഈ ദേവി ടെമ്പിളിലേക്ക്, അതുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. പിന്നെ മണാലിയിൽ എവിടെ പോയാലും ഇതുപോലെ കുറേ രോമമുള്ള നായ്ക്കളങ്ങൾ കാണാൻ പറ്റും. ഒന്നും ചെയ്യൂല, ഓരോ പണി നോക്കി അവിടെ കിടക്കും. പിന്നെ അവിടെ ഒരു യാക്കുണ്ട്. ഇത് ടൂറിസ്റ്റ് പ്ലേസിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും ഈസി ആയിട്ട്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ, അതിനെ ഞാൻ വീഡിയോ എടുത്തിക്കണമെന്ന് തോന്നുന്നു, ചിലപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ വന്നിട്ടുണ്ടാവും. ഇതാണ് ദേവി ടെമ്പിളിലേക്ക് നടക്കുന്ന വഴി. ഇതുപോലെ കാറിലും വരാം, ബൈക്കിലൊക്കെ വരാം. റെൻ്റൽ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ റെൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവർ 800 പറയും, കുറച്ച് ചോദിച്ചാൽ ചിലവർ കുറച്ച് തരും സംസാരിച്ച് ചോദിക്കാൻ. ഞാൻ പിന്നെ ചെറുതായിട്ട് കിതയ്ക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ 1 കിലോമീറ്റർ നടന്നുകൊണ്ട് വ്ളോഗും ചെയ്യില്ല, അപ്പോൾ എൻ്റെ ആ ഒരു ശ്വാസം എടുക്കുന്നതും ഒഴിവാക്കുന്നതൊക്കെ ചെറുതായിട്ട് അറിയാൻ മതിയാവും. പിന്നെ ഞാൻ അവിടെ ശ്രദ്ധിച്ച കാര്യമാണ്, ഇവിടുത്തെ സ്ഥലങ്ങളെ വെച്ചിട്ടാണ് ഇവിടുത്തെ ഇതിൻ്റെ ഹോട്ടൽസിൻ്റെയും മറ്റേ റൂംസിൻ്റെ പേരൊക്കെ. ഉദാഹരണത്തിന് ഒരു ഹോട്ടലിൻ്റെ പേര് കണ്ട ദ മൗണ്ടൻ വ്യൂ ഹോട്ടൽ, അങ്ങനെയൊക്കെ ഓരോ ഹോട്ടൽസിന് ഇവിടുത്തെ. പിന്നെ ഈ ദേവി ടെമ്പിളിൻ്റെ പേരിട്ടിട്ടുള്ള ഫുഡിൻ്റെ റെസ്റ്റോറൻ്റൊക്കെ കണ്ടിരുന്നു. അതുപോലെ ഓരോ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഇവരെ ഹോട്ടൽസിന് വെക്കുന്നുണ്ട്. യൂണിക്കായിട്ടുള്ള ചിലവരെ ചെയ്യുന്നുള്ളൂ. ഒരു നല്ലൊരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ കണ്ടത് നടന്നു പോകുമ്പോൾ തന്നെ. അത് കണ്ടില്ലേ, ആ ഹോട്ടലിൻ്റെ പേരെന്താണ്, വെൽക്കം ടു ഹോട്ടൽ ഹിഡിംബ ബേ. അത് ആ അമ്പലത്തിൻ്റെ പേരാണ്, ഹിഡിംബ ടെമ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ പേരിട്ടിട്ടാണ് ഇവരെ ഹോട്ടൽസ് കാര്യം. അങ്ങനെ കുറേ ടൂറിസ്റ്റ് പ്ലേസിന് അവരെന്താ പറയുക ഇവിടുത്തെ പ്ലേസസിൻ്റെ പേര് വെച്ചിട്ട് അവർ എന്താ പറയുക അവരുടെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ അധികം ഈ മാൾ റോഡ് ഏരിയ പിന്നെ അധികം തിരക്കുള്ള ഏരിയാസിലൊക്കെ പാർക്കിംഗ് പെയ്ഡാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 വീലേഴ്സിനൊക്കെ 50 റുപ്യാണ്. നമ്മളെ അടുത്തായി 10 രൂപേനൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആക്കെ ശ്രദ്ധിക്കുക, വെഹിക്കിൾ എടുത്ത് വരുമ്പോൾ പാർക്കിംഗ് ചാർജ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ യാക്കുണ്ട്, ഇതിൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാം പൈസ കൊടുത്താൽ. അങ്ങനത്തെ പരിപാടീസൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ദിവസവും അതിശയിച്ചു. ഞങ്ങളെ റൂമിൽ നിന്ന് ഈ യാക്കിൻ്റെ ദിവസം രാവിലെ ഇവരിങ്ങനെ നല്ല ഒരുക്കി കുളിപ്പിച്ച് കൊണ്ടുപോകും. അപ്പം ഞാൻ വിചാരിച്ച് ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇപ്പോഴാണ് മനസ്സിലായി ഇത്രയും ഒരുക്കും കുളിപ്പിക്കലൊക്കെ ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസിൽ വെച്ചിട്ട് ആൾക്കാരെ കൂടെ ഫോട്ടോ എടുപ്പിക്കുന്ന പരിപാടിക്കാണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ, സാധനം കാണാൻ നല്ല രോമൊക്കെ ആയിട്ട്. അവർക്ക് ഇവിടെ ഗ്ലാസ് അടിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും അടിച്ച് നമുക്ക് പറ്റിയില്ല. ഒരു ഷോട്ടിന് 50 റുപ്യാണ്, ജയിച്ചാൽ 300 റുപ്യ. അങ്ങനെയാണ് കളി. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വന്നിട്ട് ട്രൈ ചെയ്യുക. പക്ഷേ ബോളിന് വെയിറ്റ് കുറവായിരിക്കും, അപ്പോൾ അടിക്കുമ്പോൾ മോസ്റ്റ്ലി 2 ഗ്ലാസ് വീഴാൻ സാധ്യതയുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയാണ് വീണേ. അപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് വീഴുകയാണെങ്കിൽ നിങ്ങളെ ലക്ക്. 5 ഗ്ലാസ് വീണാൽ 300 റുപ്യ കിട്ടും. അങ്ങനത്തെ പരിപാടീസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മറ്റേ 4D സംഭവം, അങ്ങനത്തെ അതായത് കണ്ണിൽ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന പരിപാടി. പിന്നെ ഇവിടെ സെയിലുണ്ട്, തുണിയും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇവിടെ നടന്നു പോകുന്ന വഴിക്ക് കുറേ പരിപാടീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് പർച്ചേസൊക്കെ ചെയ്ത് ഹിഡിംബ ദേവി ടെമ്പിളൊക്കെ കണ്ടിട്ട് പോവാം. ഇവിടെ ഒരു ചേച്ചീൻ്റെ മൊയിലുണ്ട്. എനിക്ക് തോന്നുന്നു ആ മൊയിലിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പൈസ ആയിരിക്കും, അതായിരിക്കും സംഭവം. നല്ല രസമുണ്ട് കേട്ടോ അതിനെ കാണാൻ. അതിൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്.
വൈറ്റ് കളർ, നമ്മളെ നാട്ടിൽ മുയലിനായിട്ട് നല്ല രോമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഞങ്ങളിപ്പോൾ ഹഡിംബ ദേവി ടെമ്പിളിലേക്ക് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ പൈൻ ഫോറസ്റ്റ് പോലത്തെ സംഭവങ്ങൾ, ഇത് എന്ത് മരാന്ന് എനിക്ക് പൈൻ തന്നെയാണെന്ന് തോന്നുന്നത്, ചിലപ്പോൾ അത് വേറെ ആയിരിക്കും. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ മുകളിലേക്ക് കയറുന്ന വഴിയാണിത്. നിങ്ങൾ വണ്ടിയിലും വരാം, പാർക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളൊരു വണ്ടി എടുത്ത് റെൻറ്റിനൊക്കെ വരികയാണ്, പാർക്കിംഗ് ചാർജും കാര്യങ്ങളും ഉണ്ടാവും. ആൻഡ് കുറേ ആൾക്കാർ തിരക്കുള്ള സമയമാണ് നമ്മൾ വന്നതെന്ന് തോന്നുന്നു, കുറേ ആൾക്കാരുണ്ട്. പിന്നെ പൊതുവേ ഈ ഏരിയയിൽ തിരക്കുള്ള ഒരു അമ്പലമാണിത്. ഇവിടെ ആയുർവേദിക് ഒരു ഹെർബൽ സംഭവം ഉണ്ട്, നിങ്ങൾക്ക് മുട്ടുവേദനക്കൊക്കെ തേക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഐറ്റമാണ്. ഇതിന് പ്രൈസ് ഞാൻ ചോദിച്ചപ്പോൾ അവർ കുറേ ഹെർബൽസ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന ഹെർബൽസ് ഒക്കെ അവർ എടുത്തിട്ട് അത്ര ഉണ്ടാക്കുന്നത്. ഇത് മുട്ടുവേദനക്കൊക്കെ സെറ്റാണെന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 25 ml 200 rupees, അതേ 50 ml 400 rupees ഇവർ പറഞ്ഞ പ്രൈസ്. അത്യാവശ്യം വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വന്ന് യൂസ് ചെയ്ത് നോക്കാം, വാങ്ങാം ഒക്കെ നിങ്ങളെ താല്പര്യം. ഇവിടെ ഹഡിംബ ദേവി ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളാണ്. മേത്തിടുന്ന ഷോൾ പോലത്തെ പരിപാടി. ഇതാണ് ഹഡിംബ ദേവി ടെമ്പിളിലേക്കുള്ള എൻട്രൻസ്. മോസ്റ്റ്ലി മലയാളീസൊക്കെ വന്നാൽ കൂടുതലും കാണുന്ന സ്ഥലം ഈ ഹഡിംബ ടെമ്പിളൊക്കെ തന്നെ ആയിരിക്കും. മണാലി വന്നാൽ കൂടുതലും ആൾക്കാർ വരുന്നതും വിസിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള സ്ഥലം. നമ്മൾ ഇന്നലെ ടിബറ്റിൻ മോണസ്ട്രി പോയിരുന്നു. അവിടെ പോലും ഇത്രയും തിരക്കില്ല, അവിടെ മുട്ടം തിരക്കാണ്. ആൾക്കാർ മറ്റേ ക്യൂ ഒക്കെ നിന്നിട്ടാണ് കാണുന്നത് അമ്പലം. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. തൊട്ടടുത്ത് പൈൻ ഫോറസ്റ്റും നടുക്ക് ഈ അമ്പലമൊക്കെ ആയിട്ട്. ഇതിൻ്റെ സ്നോ സീസണിൽ ഈ അമ്പലത്തിൻ്റെ മുകളിലൊക്കെ സ്നോയൊക്കെ വീണ് ഭയങ്കര ഭംഗി ഉണ്ടാവുമെന്നാണ് ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ പച്ചപ്പുള്ള സീസണായതുകൊണ്ട് അങ്ങനത്തെ സ്നോയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്നലെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, അവിടെ കാലൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങൾ കാലൊക്കെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ കഴുകിയിട്ടൊക്കെ വൃത്തിയിലൊക്കെ അങ്ങോട്ട് കയറുക. പിന്നെ ഇതാണ് വഴി. ഇത് മറ്റേ അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളാണ്. അമ്പലത്തിൽ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഇപ്പോൾ കയറുന്നില്ല. കയറിയാലും വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നോക്കാം നമുക്ക്. അവിടെ കാണാനൊക്കെ ഭയങ്കര അപ്പോൾ വന്നാൽ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം, ഇൻസ്റ്റഗ്രാമിലിടാൻ ഫേസ്ബുക്കിലിടാനൊക്കെ നല്ലൊരു ആംബിയൻസ്, നടക്കാനൊക്കെ ഒരു വൈബ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല ഇവിടെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ. മൊബൈലിനെ പിടിച്ച് ഫോട്ടോ എടുക്കൽ, യാക്കിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കൽ, പിന്നെ പൂക്കളൊക്കെ ഉണ്ട്. പൂക്കൾ സംഭവം വാങ്ങാനാണോ അല്ല പിടിച്ച് ഫോട്ടോ എടുക്കാനാണോ ഒന്നും സംഭവം ഒന്നും അറിയില്ല. ഇവിടെ സംഭവം നിങ്ങൾക്ക് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് വെയർ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു കേട്ടോ. സംഭവം അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ ആൾക്കാർ ആരാ, ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ആൾക്കാർ ആരാന്ന്. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. ഇവിടെ പൂക്കളൊക്കെ വെച്ചിട്ടും ഫോട്ടോ എടുക്കുക. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ പരിസരത്ത് വന്നിട്ട് പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്നാക്ക്, ഇവിടുത്തെ ഒത്തൻറ്റിക് മാങ്ങയും മറ്റൊക്കെ പുളിയൊക്കെ ഉള്ള ഒരു സ്നാക്കൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് വേണമെങ്കിൽ കഴിക്കുക. 50 രൂപ 60 രൂപ. പിന്നെ ഇവിടെ നല്ല ഫ്ലോറലൊക്കെ ആയിട്ടുള്ള ഒരു വൈബ് സ്ഥലം കണ്ടില്ലേ, നല്ല പൂക്കളൊക്കെ ഉള്ള. അപ്പോൾ ഇവിടെ കുറേ നല്ല തിരക്കാണ് ഇവിടെ. ഞാൻ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചത്, കാരണം ഇന്നലെ ടിബറ്റിൻ മോണസ്ട്രി പോയപ്പോൾ ഇത്ര തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡബിൾ ദ ടൈംസ് ഓഫ് തിരക്കുണ്ട്. അതുപോലെ ആൾക്കാരകത്ത് കയറി വരുന്ന തന്നെ എങ്ങനെയൊക്കെയാണ് അവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അവിടെ നല്ല രസമുള്ള പൂക്കളുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ ഞാൻ കണ്ടിട്ടില്ല. നല്ല രസമുണ്ട്. അവിടെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോയും എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ ഇടയിൽ എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഇത് വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്നൊന്നും അറിയില്ല. പിന്നെ അവിടെ കുറേ പരിപാടി ഉണ്ട് കണ്ടില്ല നിങ്ങൾ. ബബിൾസൊക്കെ ഇങ്ങനെ ഒറ്റ സംബന്ധം വാങ്ങാനുള്ള പരിപാടിയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മൂപ്പരൊറ്റൊക്കെ വിടുന്നത് സെയിൽ ചെയ്യുന്ന ബസ്. മൂപ്പരയിലായിട്ട് കുറേ സ്റ്റോക്ക് ഉണ്ടെന്ന് തോന്നുന്നു ആ ബാഗിൽ. ഇത് ഇവിടുത്തെ ഒരു നേറ്റീവ് ലോക്കൽ സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു സാധനം വേറൊരാളടുത്ത് ഇന്നലെ വാങ്ങി കഴിച്ചിരുന്നു. അതിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് പിടിച്ചില്ല. ചിലപ്പോൾ ഇത് ഇയാളുണ്ടാക്കുന്ന ടേസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതിൽ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ കഴിച്ച ആൾ ചിലപ്പോൾ ഉണ്ടാക്കി ശരിയായിട്ട് കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ വന്നാൽ ഈ ഭാഗത്ത് വന്നാൽ ട്രൈ ചെയ്യാൻ പറ്റും ഇതൊക്കെ. നമ്മൾ ഹഡിംബ ദേവി ടെമ്പിളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏതായാലും അവിടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നല്ല ടൈമായിരുന്നു അവിടെ. പിന്നെ എന്താ പറയുക, ഉള്ളിൽ കയറാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതല്ല ഉള്ളിൽ കയറിയാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റും തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ വരുമ്പോൾ കണ്ട യാക്ക് ഇവിടെ ഉണ്ട്. ഇത് സോഫ്റ്റ് ആകുമ്പോൾ ഒന്ന് തൊട്ട് നോക്കിയാലോ. ദൈവമേ കടിക്കൂല. അയ്യോ ഞാനിപ്പോൾ മണാലിയിൽ നിന്ന് പോവാം. ഞങ്ങൾ മാൾ റോഡ് പോയിട്ട് കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞു. മാൾ റോഡിൽ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ തീർന്നിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. റൂമിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോകണം. അവിടുന്ന് പിന്നെയും എന്താ പറയുക, നമുക്ക് തിരിച്ച് നാട്ടിൽ പോകാനുള്ള ബസ് കയറണം. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ എല്ലായിടത്തും കിട്ടും. ഇത് ഈസി ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. അതായത് റോട്ടിൽ കൂടെ വെറുതെ നടക്കുമ്പോൾ കാണാം ഇത്. പിന്നെന്താ വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് കുറേ ചെടിക്കൂട്ടം കണ്ട് അതിൻ്റെ ഇടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം.